ഇറാൻ US ആണവധാരണാ ചർച്ചകളിൽ പുരോഗതി. സുപ്രധാന മാർഗനിർദ്ദേശങ്ങളിൽ പൊതുധാരണയിലെത്തിയതായി ഇറാൻ വ്യക്തമാക്കി. ആണവായുധങ്ങളിൽ നിർമ്മിക്കുകയോ ശേഖരിക്കുകയോ ചെയ്യില്ല എന്ന നിലപാടാണ് ഇറാന്റേതെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി പറഞ്ഞു. ആദ്യം അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. Iran has consistently pursued a strategy aimed at the peaceful use of nuclear energy, while demonstrating readiness to address any concerns regarding the nature of its nuclear program and to ensure its exclusively peaceful character. It was on this basis that Iran entered into nuclear negotiations and has continued until very today. A review of the course of these negotiations speaks volumes. The Islamic Republic of Iran has consistently affirmed that it neither seeks to manufacture nor to acquire nuclear weapons, which have no place whatsoever in Iran's national security doctrine. ജനീവയിൽ ഒമാന്റെ മധ്യസ്ഥതയിൽ നടന്ന രണ്ടാം ഘട്ട ചർച്ചയിലാണ് പൊതുധാരണയായത്. ചർച്ച ഒരു പരിധിവരെ മാത്രമാണ് പുരോഗതി നേടിയതെന്നും ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ച വ്യവസ്ഥകൾ ഇറാൻ അംഗീകരിച്ചിട്ടില്ല എന്നും അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ആ വാക്കുകൾ കൂടി കേൾക്കാം. To resolve this through a conversation and a diplomatic negotiation, but the president has all options on the table. And, one thing about the negotiation I will say this morning is, in some ways it went well. They agreed to meet afterwards, but in other ways it was very clear that the president has set some red lines that the Iranians are not yet willing to actually acknowledge and work through. So we're going to keep on working it, but of course the president reserves the ability to say when he thinks that diplomacy has reached its natural end. We hope we don't get to that point, but if we do, that'll be the president's call. വിവരങ്ങളുമായി ഐസൻ ജോസ് ഒരു ഇടവേളയ്ക്ക് ശേഷം ചേരുന്നുണ്ട്. ഐസൻ, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. യെസ് ഐസൻ, എന്തായാലും ഇറാൻ ഒരു നിലപാട് പറയുന്നു, അമേരിക്ക മറ്റൊരു നിലപാട് പറയുന്നു. ഇറാൻ പറഞ്ഞത്, അതായത് ഈ ചർച്ച വിജയകരമായിരുന്നു, തങ്ങൾ ഈ ആണവായുധങ്ങൾ ശേഖരിക്കുകയോ നിർമ്മിക്കുകയോ ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് ഇറാന്റെ വിദേശകാര്യമന്ത്രി. ഒരുപക്ഷെ അമേരിക്കയുടെ അല്ലെങ്കിൽ ലോകത്തിന് തന്നെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലായ ജെറാൾഡ് കഴിഞ്ഞ ദിവസം ആ പടക്കപ്പൽ നങ്കൂരമിട്ടിരുന്നു. അതിനെ തുടർന്നാണോ ഇറാന്റെ ഈ വലിയൊരു നിലപാട് മാറ്റം? ഒപ്പം ഈ അമേരിക്ക ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇറാൻ തങ്ങൾ പറയുന്ന വഴിക്ക് വരില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും ആ കോൺഫ്ലിക്റ്റ് തുടരുകയാണോ? പക്ഷേ ഇറാൻ മറ്റൊരു നിലപാടാണല്ലോ സൂചിപ്പിക്കുന്നത്. അശ്വതി, തീർച്ചയായും നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് ഇറാൻ ഇതിന് തയ്യാറായിരുന്നു. നേരത്തെ തന്നെ നമുക്കറിയാവുന്നതാണ്, ഏതാണ്ട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ അല്ലെങ്കിൽ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഇത്തരത്തിലൊരു നിലപാട് തന്നെയാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരുന്നത്. അതായത് ഈ ആണവ ധാരണ സംബന്ധിച്ച് ചില അമിക്കബിൾ സെറ്റിൽമെന്റിലേക്ക് ചെല്ലാം അല്ലെങ്കിൽ എത്താം എന്നൊരു നിലപാടായിരുന്നു. അതായത് പ്രധാനമായും എടുത്തു പറയേണ്ടത് ഈ ആണവായുധങ്ങൾ നിർമ്മിക്കില്ല എന്നൊരു നിലപാടായിരുന്നു. ആണവായുധങ്ങൾ, ആയുധവൽക്കരിക്കപ്പെട്ട ആണവ വസ്തുക്കൾ ശേഖരിക്കില്ല, അത് ബോംബുകളായോ മിസൈലുകളായോ ഒന്നും ശേഖരിക്കുകയോ അതുപോലെ തന്നെ അവ നിർമ്മിക്കുകയോ ചെയ്യുകയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അബ്ബാസ് അറാഖ്ചി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. അതേസമയം സമാധാനപരമായ ആവശ്യങ്ങൾക്കായി ആണവ ഇന്ധനം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ പരീക്ഷണവും സമ്പുഷ്ടീകരണവും തുടരാൻ അനുമതിയും വേണമെന്നൊരു നിലപാടാണ് നേരത്തെ തന്നെ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇത്തരത്തിൽ ആണവ ഇന്ധനം സ്വരൂപിക്കുന്നത് സ്വാഭാവികമായും അതൊരു ആയുധമാക്കി മാറ്റാനുള്ള സാധ്യതയിലേക്ക് തന്നെയാണ് നീങ്ങുന്നത് എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ശക്തമായ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തത്. ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് അമേരിക്ക നിർദ്ദേശിച്ച കാര്യങ്ങളോട് ഒട്ടൊക്കെ സഹകരിക്കാൻ തയ്യാറാണ് എന്ന് ഇറാൻ അറിയിക്കുന്നുണ്ട്. അതിന്റെ പശ്ചാത്തലവും നമുക്കറിയാവുന്നതാണ്. ജൂണിലൊക്കെ നടന്ന ആക്രമണത്തിന് പിന്നാലെ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലുള്ള ഇറാനെ തിരിച്ച് കരകയറ്റുക എന്നൊരു ലക്ഷ്യം കൂടി ആ ഭരണകൂടത്തിനുള്ളത് കൊണ്ട് തന്നെ അക്കാര്യത്തിൽ വലിയൊരു കടുത്ത നിലപാട് സ്വീകരിക്കാൻ സാധ്യതയില്ല. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് നിർദ്ദേശിച്ച JD വാൻസിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് നിർദ്ദേശിച്ച ചില റെഡ് ലൈൻസ് എന്നാണ് കൃത്യമായി പറയുന്നത്. കണിശമായ ചില നിർദ്ദേശങ്ങളൊന്നും തന്നെ പാലിക്കപ്പെടുന്നില്ല എന്നൊരു യാഥാർത്ഥ്യവുമുണ്ട്. വലിയൊരു പ്രശ്നം ഉയർന്നു വരുന്നത് ഈ ഇത്തരത്തിൽ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന സഹകരണം അത്ര കണ്ട് പ്രതീക്ഷാ നിർഭരമല്ല, എന്നാൽ കുറെയൊക്കെ പ്രതീക്ഷ നൽകുന്നുണ്ട് എന്നൊരു സൂചനയും ഇസ്രായേലിന് നൽകിയിരിക്കുന്നു എന്നൊരു പ്രശ്നം കൂടിയുണ്ട്. ഇതെല്ലാം തന്നെ ചേർത്ത് വായിക്കുമ്പോൾ ഒരു പരിധിവരെ ഒരു സംഘർഷത്തിനുള്ള സാധ്യതയുണ്ടെങ്കിൽ അതിലേക്ക് പോകാമെന്നൊരു നിലപാട് തന്നെയാണ് അമേരിക്കയ്ക്കുള്ളത്. പക്ഷേ നയതന്ത്ര തലത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന നീക്കങ്ങളും കൃത്യമായി നടക്കുന്നുണ്ട്. ശരി ഐസൻ, വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും അമേരിക്ക ഇറാൻ ആ ഒരു തർക്കത്തിൽ ഒരു ചെറിയ അയവ് വന്നു എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താം. ഐസനാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.